ഹായ് വിവേഴ്സ്, വെൽക്കം ബാക്ക് അച്ചൂസ് ഫ്യൂച്ചർ ജേണി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ ഒരു സമയം ഇനി ഒരിക്കലും തിരികെ വരത്തില്ല. ഈ ഒരു സമയം നിങ്ങളുടെ വിജയം അല്ലെങ്കിൽ പരാജയം അത് തീരുമാനിക്കുന്ന ഒരു സമയമാണ്. ഒന്നുകിൽ അപ്പുറം അല്ലെങ്കിൽ ഇപ്പുറം അത് തീരുമാനിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമുക്ക് നിങ്ങളുടെ ലൈഫിൽ എന്ത് ട്രാൻസ്ഫോർമേഷനാണ് ഈ ഒരു സമയം കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. നമുക്ക് ഇവിടെ വരാൻ പോകുന്ന സമയം നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ സപ്പോർട്ടും ഗോഡിൻ്റെ സപ്പോർട്ടും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. അതായത് നിങ്ങളുടെ ഇഷ്ടദൈവം ഏതാണോ ആ ഒരു ദൈവത്തിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു വരാൻ പോകുന്ന സമയം. ഇത്രയും ദിവസം, അതായത് കുറേ നാളായിട്ട് നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അതായത് നിങ്ങൾ ആഗ്രഹങ്ങൾ നടക്കാൻ വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം വരുവാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. നിങ്ങൾ തന്നെ ദൈവത്തിനോട് പറയാണ്, ദൈവമേ പ്ലീസ് എൻ്റെ ജീവിതത്തിൽ ഒരു നല്ല മാറ്റം കൊണ്ടുവരൂ ദൈവമേ എന്ന് നിങ്ങൾ വളരെ അപേക്ഷിക്കുകയാണ്. ഇവിടെ സമയം എത്ര തന്നെ ആയാലും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വിക്ടറി ലഭിക്കുക തന്നെ ചെയ്യും. കാരണം എനിക്കറിയാം കുറേ സമയം എടുത്തു. നിങ്ങൾക്കിപ്പോൾ ഇങ്ങനെ നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വരാൻ പോവുകയാണ് അങ്ങനെയൊക്കെ പറയുന്നത് പോലും കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദേഷ്യം വരും. കാരണം നിങ്ങൾ അങ്ങനെ കേട്ട് മടുത്തു. ഒരു നല്ല സമയം വരുന്നില്ല, ജീവിതം നഷ്ടത്തിലേക്കാണ് പോകുന്നത്, പൈസയുടെ ബുദ്ധിമുട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പക്ഷേ എന്തായാലും വിക്ടറി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ലഭിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, സമയം എത്ര തന്നെ പോയാലും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇത്രമാത്രം പ്രോബ്ലംസും സമയവും പോകാൻ കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഏതോ ഒരു വ്യക്തിയുടെ മോശം ദൃഷ്ടിയുണ്ട്. ആ ഒരു ദൃഷ്ടി ഉള്ളത് കാരണം നിങ്ങളുടെ സമയം വെറുതെ പാഴായി പോകുന്നു. നിങ്ങളുടെ ആ ഒരു സന്തോഷത്തിൽ തടസ്സമുണ്ടാകുന്നു. അതായത് ഒരു സന്തോഷം നിങ്ങൾക്ക് കിട്ടാൻ പോകുകയാണെന്ന് അറിയുമ്പോൾ തന്നെ അപ്പോൾ തന്നെ അവിടെ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടാകും. ഇല്ലെങ്കിൽ ഒരു സന്തോഷം വന്നാൽ പോലും ആ ഒരു സമയം വളരെ സന്തോഷത്തോടെ ആ ഒരു സന്തോഷത്തെ അനുഭവിക്കാൻ പറ്റാത്ത രീതിയിലുള്ള എന്തെങ്കിലും പ്രശ്നം ആ സമയം ഉണ്ടാകും. അങ്ങനെ നിങ്ങളുടെ ലൈഫിൽ ഒരു മോശം ദൃഷ്ടിയുള്ള ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എപ്പോഴും നിങ്ങളുടെ ആ ഒരു ഗ്രോത്ത് എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്തണം, അതാണ് അവരുടെ ആഗ്രഹം. ഒരു വ്യക്തി നിങ്ങളെ മാനസികമായും ശാരീരികമായും വിഷമിപ്പിക്കുന്നു. ഈ ഒരു കാര്യം കുറേ നാളായിട്ട് നടക്കുന്നതാണ്. ഈ ഒരു വ്യക്തി കുറേ നാളായിട്ട് നിങ്ങളുടെ ആ ഒരു വിജയത്തിൽ കണ്ണുവെച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ എങ്ങനെയെങ്കിലും വിജയിക്കാൻ പറ്റാത്ത രീതിയിൽ ആക്കണം. അതിനു വേണ്ടി ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമെല്ലാം ഇവർ ചെയ്യും. കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും അപകടം ഉണ്ടാവണം, നിങ്ങൾക്ക് എപ്പോഴും അസുഖം ഉണ്ടാവണം, നിങ്ങൾക്ക് ഒരിക്കലും ജീവിതത്തിൽ നല്ല രീതിയിൽ ജോലി ചെയ്യാനോ അങ്ങനെയൊന്നും പറ്റാത്ത രീതിയിൽ നിങ്ങൾ എപ്പോഴും വീട്ടിൽ ഒറ്റപ്പെട്ടിരിക്കണം, ആരോടും സംസാരിക്കാതെ ജോലിക്കൊന്നും പോവാതെ, ഇങ്ങനെയൊക്കെയാണ് ഇവർ ആഗ്രഹിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ വായിൽ നിന്ന് പല പ്രാവശ്യം എന്തിനാണ് ഞാൻ ഈ ഭൂമിയിൽ ജനിച്ചത്, എനിക്ക് വയ്യ ജീവിക്കാൻ, ഒരു പ്രോബ്ലം എങ്ങനെയെങ്കിലും ഫേസ് ചെയ്ത് ഫ്രീ ആകുമ്പോൾ അടുത്ത പ്രോബ്ലം ക്രിയേറ്റ് ആകുന്നു, എന്നെക്കൊണ്ട് വയ്യ എങ്ങനെ പ്രോബ്ലം ഫേസ് ചെയ്ത് ജീവിക്കാനെന്ന്, എനിക്ക് വയ്യ എങ്ങനെ ഒരു ജീവിതം ജീവിക്കാൻ എന്ന് പല ആൾക്കാരുടെയും വായിൽ നിന്ന് ഇങ്ങനൊരു ശബ്ദം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ അസുഖം അങ്ങനെയായിരിക്കും. ഒരു അസുഖം എങ്ങനെയെങ്കിലും കുറഞ്ഞ് നേരെ ആകുമ്പോഴായിരിക്കും അടുത്ത അസുഖം വരുന്നത്. ഇവർ എങ്ങനെയെങ്കിലും നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്കിൽ മാത്രമേ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങളുടെ ജോലിയിൽ ശ്രദ്ധിക്കാതിരിക്കത്തുള്ളൂ, നിങ്ങളുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കാതിരിക്കത്തുള്ളൂ, നിങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ കൂടുതലായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ എപ്പോഴും വയ്യ എന്ന് പറഞ്ഞ് കിടക്കണം. നിങ്ങൾക്ക് അങ്ങനെ തോന്നൽ വരും. അപ്പോൾ വീട്ടുകാർക്ക് അതൊരു ഇഷ്യൂ ആകും, വീട്ടുകാർക്ക് ദേഷ്യം വരും. നിങ്ങൾക്ക് മാത്രമേ അസുഖം എപ്പോഴും ഉള്ളൂ, വേറെ ആർക്കും ഇങ്ങനെ അസുഖം ഇല്ലല്ലോ, എപ്പോഴും അസുഖം എന്ന് പറയുന്നു. അങ്ങനെയൊക്കെ പ്രോബ്ലംസ് നിങ്ങളുടെ വീട്ടിൽ ക്രിയേറ്റ് ആകും. ഈ ഒരു പ്രശ്നവും ഇവിടെ നിങ്ങൾ പല ആൾക്കാരും ഫേസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുവാനാണ് ഏഞ്ചൽസ് പറയുന്നത്. ഈ വ്യക്തികൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ കണ്ണ് വച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ലൈഫിൽ അടുത്ത് എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കി. പക്ഷേ ആർക്കേഞ്ചൽ മൈക്കിൾ എന്ന് പറയുന്ന ഒരു ഏഞ്ചലിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്. ആ ഒരു ഏഞ്ചൽസ് ഇവരെ ഒരിക്കലും വെറുതെ വിടത്തില്ല. നിങ്ങളുടെ ലൈഫിൽ ഇനി ഒരു പ്രശ്നം ഇവരായിട്ട് സൃഷ്ടിച്ചാൽ ഉറപ്പായിട്ടും അതിൻ്റെ ആ ഒരു ബലം അവർക്ക് ഏഞ്ചൽസ് കൊടുക്കുന്നതാണ്. ഇവിടെ ഇവരുടെ വിചാരം ഇവർ ആഗ്രഹിക്കും പോലെ നിങ്ങളുടെ ജീവിതത്തിനെ മാറ്റണമെന്നാണ്. ഇവരുടെ ഇൻറ്റൻഷൻ അത്രയ്ക്ക് മോശമാണ്. കാരണം നിങ്ങളുടെ ലൈഫിനെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കണം, ഇതാണ് അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എപ്പോഴും അവർക്ക് വിചാരിക്കും പോലെ കാര്യം നടക്കണമെന്നില്ല. നിങ്ങളുടെ ഭാഗ്യം നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലോ, നിങ്ങളുടെ ഗോഡിൻ്റെ, നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ടെങ്കിലോ, ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിലോ, ഇവരുടെ ആ ഒരു ഇൻറ്റൻഷൻ ഒന്നും നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നടക്കത്തില്ല. കാരണം നിങ്ങൾക്ക് ഭാഗ്യത്തിൻ്റെ സപ്പോർട്ടുണ്ട്, നല്ല സമയം നിങ്ങൾക്ക് കൂടെയുണ്ട്, കൂടാതെ ദൈവത്തിൻ്റെ, യൂണിവേഴ്സിൻ്റെ, ഏഞ്ചൽസിൻ്റെ സപ്പോർട്ട് നിങ്ങൾക്കുണ്ട്.
ഇവിടെ ഈ ഒരു സമയം ഇനി ഒരിക്കലും തിരികെ വരത്തില്ല. കാരണം നിങ്ങളുടെ ലൈഫിൽ ഓരോ സ്ഥലത്തും ഓരോ പ്രശ്നങ്ങളാണുള്ളത്. നിങ്ങളുടെ ലൈഫിൽ ഓരോ കോണിലും ഓരോ പ്രശ്നങ്ങൾ, അതായത് ഒരു ചെറിയ പ്രശ്നം തന്നെ വലുതായി വലിയൊരു പ്രശ്നമായി മാറിയിരിക്കുന്നു. അപ്പോൾ ആ ഒരു പ്രശ്നത്തിനെ എല്ലാം ഈ ഒരു ആർക്കേഞ്ചൽ മൈക്കിൾ എടുത്ത് മാറ്റുന്നതാണ്. കൂടാതെ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് അവർ ചെയ്ത ആ ഒരു കർമ്മത്തിൻ്റെ ബലം കൊടുക്കുകയും ചെയ്യുന്നതാണ്. ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ന്യായം തരുന്നതാണ്. നിങ്ങൾ മറ്റുള്ളവരുടെ ആ ഒരു തെറ്റ് കാരണം വിഷമിക്കുന്നുണ്ട് എങ്കിലോ, നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല, മറ്റുള്ളവർ കാരണം നിങ്ങൾ വിഷമിക്കുന്നുണ്ടെങ്കിലോ, ഇല്ല എങ്കിൽ മറ്റുള്ളവരുടെ ആ ഒരു മോശം ദൃഷ്ടി നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലോ, എന്തായിക്കോട്ടെ നിങ്ങളുടെ പ്രശ്നം, ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് തന്നെ ഉണ്ട്. നിങ്ങളെ ആർക്കേഞ്ചൽ മൈക്കിൾ ആ ഒരു പ്രശ്നത്തിൽ നിന്നെല്ലാം പുറത്തു കൊണ്ടുവരുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒത്തിരി വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോഴും. പക്ഷേ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നല്ലതായിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ അത് നിങ്ങൾ ശബ്ദം കൊണ്ട് ആരോടും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. ചിലത് അത് നല്ലതും ചിലത് മോശമായിട്ടാണ് പോകുന്നത് ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങൾക്ക് ചില വിഷമങ്ങളുണ്ട്, അത് നിങ്ങൾ ആരോടും പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. അതായത് കുഞ്ഞു കുട്ടികൾക്ക് വയറുവേദന വന്നാൽ അവർക്ക് പറയാൻ അറിയത്തില്ല. അതായത് പ്രസവിച്ച് 4-5 മാസമായ കുഞ്ഞുങ്ങൾക്ക് 1 വയസ്സായ കുട്ടികൾക്കൊക്കെ അറിയാൻ പറ്റുമോ അതിന് വയറുവേദനയാണ് എന്ന് അറിയാൻ പറ്റുമോ? നമുക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ചില കാര്യങ്ങൾ ആരോടും പറയാൻ സാധിക്കത്തില്ല. പക്ഷേ ദൈവത്തിന് ആ ഒരു കാര്യങ്ങൾ അറിയാം. നിങ്ങൾ എന്ത് ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്, എന്തുകൊണ്ടാണ് അത് ആരോടും നിങ്ങൾ പറയാതെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ദൈവത്തിനറിയാം. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ നിങ്ങൾ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ടോ അത് മറ്റുള്ളവർക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ദൈവം എല്ലാം അറിയുന്നുണ്ട്. ഇവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ശത്രു ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ ഡൗട്ടായിരിക്കും. ചില സമയം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി കാണും ഈ വ്യക്തിയാണ് എന്ന്. പക്ഷേ എന്നാലും നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട്, ഈ വ്യക്തിയാണോ ഇനി മറ്റേ വ്യക്തിയാണോ എന്നുള്ള കാര്യത്തിൽ. ചില ആൾക്കാരുടെ ആ ഒരു ഡൗട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ട്. അതായത് നിങ്ങൾ വിചാരിച്ച ആളായിരിക്കത്തില്ല ചിലപ്പോൾ നിങ്ങളുടെ ആ ഒരു ഒളിഞ്ഞിരിക്കുന്ന ശത്രു, ചിലപ്പോൾ വേറൊരു വ്യക്തിയായിരുന്നു കാണും. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരുടെ ഡൗട്ട് നിങ്ങൾ ക്ലിയർ ആക്കിയിട്ടുണ്ട്. നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി തെറ്റായിട്ട് ആരാണോ ചിന്തിക്കുന്നത് അവരുടെ വാക്കുകൾ ഒരിക്കലും വിശ്വസിക്കരുത്. അവരെ ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്, അവരോട് സംസാരിക്കുകയും വേണ്ട. ഇവിടെ ആർക്കേഞ്ചൽ മൈക്കിൾ നിങ്ങളെ ഫീലാക്കും. അതായത് എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ആർക്കേഞ്ചൽ മൈക്കിൾ ദുഃഖങ്ങളെല്ലാം അവസാനിപ്പിച്ച് സന്തോഷത്തെ കൊണ്ടുവരുന്നതെന്നും ഇങ്ങനെയുള്ള നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റുന്നത് എന്നും നിങ്ങൾക്ക് ഫീലാകും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെ എനിക്ക് ഏഞ്ചൽസിൻ്റെ സപ്പോർട്ടുണ്ട് എന്ന്. ഇവിടെ നിങ്ങളുടെ ഇതേ സിറ്റുവേഷൻ മറ്റുള്ളവരുടെ ലൈഫിൽ നിങ്ങൾ കാണുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നത്, എൻ്റെ ലൈഫിൽ ഇതേ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു, എങ്ങനെയാണ് ഞാൻ അതിൽ നിന്ന് പുറത്തു വന്നത് എന്ന് അപ്പോൾ നിങ്ങൾക്ക് ഫീലാകും. ഇവിടെ എന്ത് പ്രശ്നങ്ങളായാലും അതിൽ നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് നേരെ ന്യായം ഉറപ്പായിട്ടും സംഭവിക്കുന്നതാണ്. ഇപ്പോൾ മാരേജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്. ഇവിടെ നിങ്ങളുടെ ഒരു ചിന്തയെക്കുറിച്ചാണ് പറയുന്നത്. മാരേജ് റിലേറ്റഡ് ആയിട്ട് നിങ്ങളൊരു ന്യൂ ബിഗിനിങ് ആഗ്രഹിക്കുന്നുണ്ട്, ഇല്ല എങ്കിൽ നിങ്ങളൊരു വീട് വാങ്ങിക്കാനോ വീട് ഉണ്ടാക്കാനോ ആഗ്രഹിക്കുന്നു. അപ്പോൾ അതിൻ്റെ ആ ഒരു ചിന്ത ഇവിടെ കാണാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങളുടെ മാരേജ് ലൈഫിൽ എന്തൊക്കെയോ പ്രോബ്ലംസ് നടക്കുന്നുണ്ട്, അത് നേരെയാകാനും നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ ഹസ്ബൻഡും വൈഫും തമ്മിൽ വഴക്ക് കൂടുന്നു ഭയങ്കരമായിട്ട്, അങ്ങനെ നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ അത് ഉണ്ട് എങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ജസ്റ്റിസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുന്നതാണ്. ഇവിടെ പതുക്കെ പതുക്കെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് സമാധാനം ഉണ്ടാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒറ്റയടിക്ക് നിങ്ങളുടെ എല്ലാ പ്രോബ്ലം അവസാനിക്കണമെന്നാണ്. പക്ഷേ അങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. കുറച്ച് സമയമെടുക്കും, പതുക്കെ പതുക്കെ കാര്യങ്ങൾ നേരെയാവുകയുള്ളൂ എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ മാരേജ് റിലേറ്റഡ് ആയിട്ടായാലും ഫാമിലി റിലേറ്റഡ് ആയിട്ടായാലും കുറച്ച് സമയമെടുക്കും നേരെയാകാൻ. ഇവിടെ ഉറപ്പായിട്ടും ഒരു പരിവർത്തനം ഉണ്ടാകും നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളെ ആരാണോ വിഷമിപ്പിച്ചത് അവർക്ക് ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. കുടുംബത്തിലുള്ള ഒരു വ്യക്തി ആയിരിക്കാം അത്. അവർ അഹങ്കാരത്തിൽ നിങ്ങളോട് സംസാരിച്ചു, നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ ശ്രമിച്ചില്ല, അങ്ങനെയൊക്കെ സംഭവിച്ച് നിങ്ങൾക്കിടയിൽ വഴക്കുണ്ടായി. ഇപ്പോൾ ആ ഒരു വ്യക്തിയിൽ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്.
ചില സമയം ഈ ഒരു വ്യക്തി സ്വന്തമാണോ അതോ വേറെ ആരെങ്കിലും ആണോ എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിലാണ് നിങ്ങളെ ഇവർ വേദനിപ്പിച്ചത്. പക്ഷേ അങ്ങനെയുള്ള ആ ഒരു വ്യക്തിയിൽ ഒരു പരിവർത്തനം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ ആ ഒരു ഫാമിലി ഇഷ്യൂവിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ട്. എനിക്കിതിൽ ന്യായം കിട്ടണം, നീതി ലഭിക്കണം, ഈ ഒരു വ്യക്തി എന്നെ മനസ്സിലാക്കണം, ഇവർ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, ഇവർ എന്നെ മനസ്സിലാക്കുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു വ്യക്തിയിൽ ഒരു പരിവർത്തനം ഉണ്ടായിട്ടില്ല എങ്കിൽ ഇനി അങ്ങോട്ടുള്ള സമയം ഉണ്ടാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ചില കാര്യങ്ങൾ വേറെ രീതിയിൽ നിങ്ങളുടെ മുന്നിൽ വരും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും അതെ ആ പരിവർത്തനം ഉണ്ടായി എന്ന്. അപ്പോൾ ഫാമിലി ഇഷ്യൂവിൽ എന്താണോ പരിവർത്തനം ഉണ്ടാവാൻ പോകുന്നത് അതിനെ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചിന്തിക്കാതെ വിഷമിക്കാതെ ഇരിക്കുക. ഉറപ്പായിട്ടും അത് നടക്കും. അത് മനസ്സിലാക്കി നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിൽ പോവുക. ഇവിടെ എന്ത് കാര്യം നടക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയാണ് നടക്കുന്നത് എന്ന് മാത്രം വിചാരിക്കുക. ഇവിടെ ഇനി നിങ്ങൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു, വീട് വയ്ക്കാൻ വേണ്ടി ഇല്ലെങ്കിൽ വസ്തു വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ എന്തെങ്കിലും വീട് നിർമ്മിക്കാനും വാങ്ങിക്കാനും എല്ലാം ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് ക്യാഷിൻ്റെ വ്യവസ്ഥകളൊന്നും റെഡിയാകുന്നില്ല. അപ്പോൾ അത് കാരണം നിങ്ങൾ വിഷമിക്കുന്നു. അപ്പോൾ എന്ത് തടസ്സമാണോ ഈ ഒരു കാര്യത്തിൽ നിങ്ങൾ ഫേസ് ചെയ്യുന്നത് അത് ഒക്കെ മാറും. നിങ്ങളുടെ ആ ഒരു വീട് വാങ്ങിക്കുന്നത്, വസ്തു വാങ്ങിക്കുന്നത്, വീട് നിർമ്മിക്കുന്നത് അത് നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്ന ആ ഒരു വീട് വളരെ നല്ല വീടായിരിക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ഇനി വാങ്ങിക്കാൻ പോകുന്ന വസ്തു അത്രത്തോളം ശുഭകരമായിട്ടുള്ള വസ്തുവായിരിക്കും. നിങ്ങൾ അവിടെ വീട് വെച്ച് താമസിക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷം മാത്രമായിരിക്കും ലഭിക്കുന്നത്. അതേപോലെ തന്നെയാണ് ഒരു വീട് വാങ്ങിക്കുന്ന ആ ഒരു വസ്തുവും വളരെ ശുഭകരമായിട്ടുള്ള വസ്തുവായിരിക്കും. നിങ്ങൾക്ക് ഒരു വസ്തുവിൽ ഒരു വ്യക്തിയുടെ ഭാഗ്യം കണക്റ്റായിട്ട് ഇരിപ്പുണ്ട്. ഏത് വസ്തുവിൽ ഏത് വ്യക്തിയാണ് താമസിക്കാൻ യോഗം ആ ഒരു വ്യക്തിയെ ആ ഒരു ഭാഗ്യം അവിടെ എത്തിക്കും. അതേപോലെ നിങ്ങളുടെ ഭാഗ്യവും ആ ഒരു വസ്തുവുമായിട്ട് കണക്റ്റായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വാങ്ങിക്കുന്ന ആ ഒരു വസ്തു എന്താണോ ആ ഒരു വസ്തുവുമായിട്ട് നിങ്ങളുടെ ഭാഗ്യം കണക്റ്റായിട്ടിരിക്കുന്നത് കാരണം നിങ്ങൾക്ക് നല്ല വിജയങ്ങൾ അവിടെ നിന്ന് ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾ ഏതെങ്കിലും വസ്തുവോ അല്ലെങ്കിൽ വീടോ വാങ്ങിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ ആ ഒരു വഴക്ക് എപ്പോഴും ഉണ്ടാകുന്ന ആ ഒരു വഴക്ക് പതുക്കെ കുറയുന്നതായിട്ട് കാണാൻ സാധിക്കും. ആ ഒരു പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ ക്യാഷ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നിട്ടില്ല എങ്കിൽ ഇനി നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നതാണ്. ഇവിടെ ബിസിനസ്സിൽ ഗ്രോത്ത് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബിസിനസ്സിൽ ഗ്രോത്ത് ഉണ്ടാകും. കുടുംബത്തിലുള്ള അംഗങ്ങൾ തമ്മിൽ വീണ്ടും എപ്പോഴും വഴക്കുണ്ടാകുന്നുണ്ടെങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. എപ്പോഴും വീട്ടിൽ അസുഖങ്ങളാണ്, ഹോസ്പിറ്റലിലാണ് എപ്പോഴും എങ്കിൽ അതിലൊരു മാറ്റം ഉണ്ടാകും. അപ്പോൾ ഒരു വ്യക്തിയുടെ ഭാഗ്യവും ഒരു വസ്തുവും തമ്മിൽ കണക്റ്റായിട്ടിരിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൻ്റെ കാരണം ഇതാണ്. അവിടെ നിന്ന് അവർക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതാണ് ഞാൻ ചില സമയം പറയുന്നത് സ്ഥാന പരിവർത്തനത്തിൽ ഒത്തിരി ഒരു കാര്യമുള്ളതാണ് എന്ന്. നമ്മളിപ്പോൾ ഇരിക്കുന്ന സ്ഥാനത്ത് നിന്ന് വേറൊരു സ്ഥാനത്തേക്ക് പോകുമ്പോഴായിരിക്കും നമുക്ക് നല്ലത് സംഭവിക്കുന്നത്. ചിലർക്ക് അത് നേരെ തിരിച്ചും സംഭവിക്കും. നമ്മൾ എവിടെയാണോ താമസിക്കുന്നത് അവിടെ ആയിരിക്കും നമ്മുടെ ഭാഗ്യമുള്ളത്. പക്ഷേ അത് മനസ്സിലാകാതെ നമ്മൾ വേറെ സ്ഥലത്ത് പോകും. പക്ഷേ അവിടെ പോകുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന അത്രയും ഭാഗ്യം അവിടെ വരണമെന്നില്ല. അങ്ങനെയും സംഭവിക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ പുതിയ വസ്തുവോ വീടോ വാങ്ങിക്കുവാനോ അല്ലെങ്കിൽ വീട് വയ്ക്കുവാനോ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരു നല്ല പരിവർത്തനം ആ ഒരു വീട്ടിൽ ഉണ്ടാകും. എല്ലാം ശുഭകരമായിട്ട് നടക്കുമെന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് പോകും, അങ്ങനെ പോകേണ്ടി വരും എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് വൈറ്റ് കളർ ബട്ടർഫ്ലൈസ് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. അത് കാണുന്നത് നിങ്ങളുടെ ലൈഫിൽ പീസ്, സമാധാനം വരാൻ പോകുകയാണ് എന്നതാണ്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ സംഭവിച്ചാലും നിങ്ങൾക്കൊരു സമാധാനം ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ പ്രശ്നങ്ങളെല്ലാം ഈസി ആയിട്ട് നേരിടാൻ പറ്റും. അപ്പോൾ ഈ ഒരു കളറിലുള്ള ബട്ടർഫ്ലൈ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സമാധാനം ഉണ്ടാകാൻ പോകുകയാണ്, ശാന്തി ഉണ്ടാവാൻ പോകുകയാണ്. ചില സമയം നമ്മൾ ജോലി അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ജോലി കിട്ടത്തില്ല. ചിലപ്പോൾ വിചാരിക്കുന്നതിനപ്പുറം ഇന്ത്യക്ക് പുറത്തൊക്കെ ആയിരിക്കും ജോലി ലഭിക്കുന്നത്. അപ്പോൾ നമുക്ക് പോയല്ലേ പറ്റൂ, നമ്മുടെ ലൈഫ് നേരെ ആവണമെങ്കിൽ നമുക്ക് പോയല്ലേ പറ്റൂ. അങ്ങനെ ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലുണ്ടാകും. അതായത് നിങ്ങളുടെ ബൗണ്ടറി ക്രോസ് ചെയ്ത് നിങ്ങൾക്ക് പോകേണ്ട അവസ്ഥ വരും. ഇവിടെ നിങ്ങൾ ചില സമയം ചില കാര്യങ്ങളിൽ വാശിയായിട്ടിരിക്കും. എനിക്കിത് ഇഷ്ടമില്ല, എനിക്ക് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. പക്ഷേ നമ്മുടെ സാഹചര്യം പ്രതികൂലവും ആകുമ്പോൾ നമുക്ക് ആ ഒരു കാര്യം ചെയ്തേ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെയാണ് പുറത്ത് പോയി ജോലി ചെയ്യുന്നത്. മനഃപൂർവ്വമായിട്ട് ആരും പോകുന്നില്ല. അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ് ഇന്ത്യക്ക് പുറത്ത് പോയി മക്കളെ എല്ലാം ഉപേക്ഷിച്ച് നേഴ്സായിട്ട് ജോലി ചെയ്യുന്ന അമ്മമാർ, വീട്ടു ജോലി ചെയ്യുന്ന അമ്മമാർ, അങ്ങനെ എത്ര പേര് ഇന്ത്യക്ക് പുറത്ത് പോയി ജോലി ചെയ്യുന്നു. കാരണം ചിലപ്പോൾ അവരുടെ ആ ഒരു ഭാഗ്യം, ആ ഒരു
നാട്ടിലായിരിക്കും കണക്റ്റ് ആയിട്ടിരിക്കുന്നത് ആ ഒരു വസ്തുവിൽ. അപ്പോൾ അവിടെ പോകുമ്പോൾ ഇവർക്ക് ആ ഒരു നല്ല രീതിയിലൊരു ലാഭം ഉണ്ടാകുന്നു, അവരുടെ ലൈഫ് നേരെയാകുന്നു, അങ്ങനെയൊക്കെ. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു അവസരം ഇങ്ങനെ വരികയാണ് എങ്കിൽ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണമെന്നാണ് ഇവിടെ ഏഞ്ചൽസ് പറയുന്നത്. കാരണം നിങ്ങളുടെ ആ ഒരു ഭാഗ്യം ചിലപ്പോൾ അവിടെയായിരിക്കും കണക്റ്റ് ആയിട്ടിരിക്കുന്നത്. എപ്പോഴും നമ്മുടെ ബൗണ്ടറീസ് ക്രോസ് ചെയ്ത് പോകേണ്ട അവസ്ഥ വന്നാൽ പോയേ പറ്റത്തുള്ളൂ. അതായത് നമ്മുടെ സോണിൽ നിന്ന് പുറത്ത് പോയി എന്തെങ്കിലും ചെയ്യാൻ നമുക്ക് അവസരം വരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ സ്വീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം. അങ്ങനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് നല്ല ഗ്രോത്ത് അതിൽ നിന്ന് ലഭിക്കുകയും നിങ്ങളുടെ ലൈഫ് തന്നെ മാറുകയും ചെയ്യുന്നതാണ്. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ചില കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് നിങ്ങളുടെ എല്ലാ പ്രോബ്ലങ്ങൾക്കും പ്രതിവിധി കണ്ടുപിടിച്ചിട്ടുണ്ട്. യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ആ ഒരു കാൽവയ്പും ഒറ്റയ്ക്ക് ചെയ്യണം. ബാക്കി സപ്പോർട്ടായിട്ട് യൂണിവേഴ്സ് ഉണ്ട്, പക്ഷെ ചിലതൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. എങ്കിൽ മാത്രമേ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ലൈഫിൽ അനുകൂലമായിട്ട് സംഭവിക്കുകയുള്ളൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ലൈഫെല്ലാം കിട്ടുകയുള്ളൂ. ഇവിടെ ഒരിക്കലും കർമ്മം ചെയ്യാതെ നമുക്ക് ഒരിക്കലും ഫലം ലഭിക്കുകയില്ല. നിങ്ങളുടെ കർമ്മം എന്തെന്ന് വെച്ചാൽ നിങ്ങളുടെ സോണിൽ നിന്ന് പുറത്ത് വന്ന് നിങ്ങൾ ചിലതൊക്കെ ചെയ്തേ പറ്റത്തുള്ളൂ. നമ്മുടെ ലൈഫിൽ നമ്മൾ റിസ്ക് എടുക്കാതെ ചില കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ നിങ്ങളൊരു സാഹസികരായി മാറേണ്ടതുണ്ട്. ചില കാര്യങ്ങൾ യൂണിവേഴ്സിന് മുമ്പിൽ സറണ്ടർ ചെയ്യുക. ചില ഇത് നമ്മുടെ ആ ഒരു കഠിനാധ്വാനത്തിൽ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മുടെ ലൈഫ് പൂർണ്ണമായിട്ട് മാറുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കും. അപ്പോൾ നിങ്ങൾ അതിനെ എത്ര തന്നെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ എന്നുള്ള അവസ്ഥയിൽ നിങ്ങളെ കൊണ്ടെത്തിക്കും. നിങ്ങളുടെ ലൈഫിൽ എനിമീസ് ഉണ്ട്. അവരുടെ കണ്ണുകൾ എപ്പോഴും നിങ്ങളുടെ മേലാണ്. നിങ്ങളുടെ ആത്മവിശ്വാസത്തിനെ എങ്ങനെയെങ്കിലും തകർക്കുക എന്നതാണ് അവരുടെ മെയിൻ ജോലി. നിങ്ങൾ എന്ത് ചെയ്യാൻ ശ്രമിച്ചാലും അവർ അതിൽ തടസ്സം സൃഷ്ടിക്കാൻ ശ്രമിക്കും. നിങ്ങൾ എന്ത് കാര്യം ചെയ്താലും അവർ അതിലൊരു കുറവ് കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അങ്ങനെ നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തെ ഇവർ തകർക്കും. അത് നിങ്ങൾ എന്ത് തീരുമാനമെടുത്താലും എന്ത് കാര്യങ്ങളിൽ ആക്ഷൻ എടുത്താലും അതൊക്കെ തെറ്റാണെന്ന് ഇവർ പറയും. ഇങ്ങനെയുള്ള ഒരു വ്യക്തികൾ കാരണമാണ് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ബൗണ്ടറി സെറ്റാക്കി ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത് നിങ്ങളിപ്പോൾ എവിടെയാണോ ഉള്ളത് അതിൽ നിന്ന് പുറത്തു വരണം. ആ ഒരു സാഹചര്യത്തിൽ നിന്ന് പുറത്തു വരണം. എങ്കിൽ മാത്രമേ നിങ്ങളുടെ ലൈഫിലൊരു ന്യായം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി അങ്ങനൊരു സമയം ഉണ്ടാവാൻ പോകുകയാണ്. ആ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി അവസരങ്ങൾ നിങ്ങളെ തേടി വരും. അപ്പോൾ ആ ഒരു അവസരം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ മുന്നോട്ട് പോവുക. നിങ്ങളുടെ ലൈഫിൽ പല കാര്യങ്ങളും പതുക്കെയാണ് പോകുന്നത് ഇപ്പോൾ. അങ്ങനെ തന്നെ പോട്ടെ, പതുക്കെ പോയാലും കാര്യങ്ങൾ നേരെയാകും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ശുഭകാര്യങ്ങളുള്ള തടസ്സങ്ങളെല്ലാം മാറി എല്ലാ ശുഭകാര്യങ്ങളും മംഗളമായിട്ട് ഭവിക്കുന്നതാണ്. കൂടാതെ വീട്ടുകാർ തമ്മിലുള്ള ആ ഒരു മനപ്പൊരുത്തം മാറി എല്ലാം ബാലൻസിൽ വരും. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു സംരക്ഷണം ഏതോ ഒരു ഊർജത്തിൻ്റെ ഉണ്ട് എന്നാണ് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ ആരെയാണ് ഏറ്റവും കൂടുതലായിട്ട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട്. അതുകൂടെ നിങ്ങളുടെ മനസ്സൊരു ലിസ്റ്റുണ്ട്. ആ ഒരു ലിസ്റ്റ് ഈ ഒരു പ്രൊട്ടക്ഷൻ തരുന്ന ആ ഒരു ഊർജ്ജം എപ്പോഴും നോക്കുന്നുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൊട്ടക്ഷൻ ചെയ്യുന്ന ആ ഒരു ദൈവം നിങ്ങളുടെ ആ ഒരു ആവശ്യം എന്താണോ അത് മനസ്സിലാക്കി ഒന്നിന് പിറകെ ഒന്നായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളുടെ കുറവുകളെല്ലാം നികത്തുന്നതാണ്. നിങ്ങൾ ഗവൺമെൻറ് ജോബിലാണ് എങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രൊമോഷൻ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഏതെങ്കിലും ഒരു മിത്രം മുഖേന നിങ്ങൾക്ക് വലിയൊരു ലാഭം ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ചിലപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ഐഡിയ രൂപത്തിലായിരിക്കാം, അല്ല എങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ലാഭം അവർ മുഖേന നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ടും തമ്മിൽ പാർട്ട്ണർഷിപ്പിന് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുക. ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അവരുടെ ഭാഗത്ത് നിങ്ങൾക്ക് കിട്ടുക, അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ മിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ലാഭം നിങ്ങൾക്ക് ലഭിക്കും. ഇവിടെ നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾ ഒരു ജോബിന് വേണ്ടി അന്വേഷിക്കുന്നുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ജോബ് വളരെ പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. ഇവിടെ നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് ആണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഗവൺമെൻറ് ജോബിന് വേണ്ടി ട്രൈ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എന്നിട്ടും ഡൗട്ടാണ്. ഇതൊരു ജനറൽ റീഡിംഗ് അല്ലേ, എല്ലാവരും ഗവൺമെൻറ് ജോലി ട്രൈ ചെയ്യുന്നവരല്ലേ, അപ്പോൾ ആർക്കൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ലല്ലോ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു വലത് കയ്യിൽ നമ്മുടെ ആ മോതിരവിരലില്ല, ആ മോതിരവിരലിൻ്റെ താഴെയായിട്ട് ഒരു പർവ്വതം പോലെ കാണുന്നുണ്ട് എങ്കിൽ ഒരു ഇത് വര അങ്ങനെ പർവ്വതം പോലെ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്.
അവിടെ ഒരു ട്രയാങ്കിൾ പോലെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഗവൺമെൻറ് ജോബ് കിട്ടും. അതായത് ആ മോതിര വിരലിൻ്റെ താഴെയായിട്ട് ട്രയാങ്കിൾ ഇതിൽ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ പർവ്വതം പോലെ. ഇവിടെ ചെറിയ ഹസ്തരേഖ ശാസ്ത്രമൊക്കെ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇവിടെ വരാൻ പോകുന്ന സമയം എന്താണോ നിങ്ങളുടെ ആ ഒരു ക്യാഷിനൊരു കുറവ് നിങ്ങൾക്ക് ഉണ്ടാവത്തില്ല. ജോബായാലും ബിസിനസ് ആയാലും നിങ്ങൾക്ക് ക്യാഷ് എപ്പോഴും നിങ്ങളുടെ കയ്യിലുണ്ടാവും. ഇപ്പോഴത്തെ ആ ഒരു സമയം നോക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളെ കുറച്ച് കെയർ ചെയ്യാൻ ശ്രമിച്ചു തുടങ്ങി ഇപ്പോൾ. അതായത് നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യാൻ തോന്നുന്നുണ്ട്, നിങ്ങളുടെ ആ ഒരു ഹെൽത്ത് എന്താണോ അത് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. മോശം ആഹാരം കഴിക്കാതെ നമ്മുടെ ഹെൽത്ത് മോശമാവാൻ പാടില്ല എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട്. വ്യായാമം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ ആ ഒരു ദിനചര്യ മാറുകയാണ് നല്ല രൂപത്തിൽ. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ആ ഒരു പോസിറ്റീവായിട്ടുള്ള സൈനാണ്. വരാൻ പോകുന്ന സമയം പോസിറ്റീവാണ് എന്നുള്ളതിൽ ഒരു പരിവർത്തനം ചുമ്മാ ഉണ്ടാവത്തില്ല. നമ്മളെ ദൈവം ആദ്യമേ തയ്യാറാക്കും ആ ഒരു പരിവർത്തനത്തിന് വേണ്ടി. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതായിട്ടാണ് നമ്മുടെ ലൈഫിൽ പല മാറ്റങ്ങളും വരുന്നത്. അപ്പോൾ മുന്നോട്ടുള്ള സമയത്ത് നിങ്ങളുടെ ആ ഒരു പേഴ്സ് എപ്പോഴും നിറഞ്ഞു തന്നെ ഇരിക്കും, ഒരിക്കലും കാലിയാവത്തില്ല. നല്ല രീതിയിൽ ആ ഒരു പൈസ നിങ്ങൾക്ക് വന്നുകൊണ്ടേയിരിക്കും. ഇവിടെ എന്താണോ നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ്സാണോ ജോബാണോ എന്തായാലും നല്ല രീതിയിൽ നിങ്ങൾ വിജയിച്ച് അതിൽ മുന്നേറും. എനിക്കറിയാം നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എന്ത് കാര്യമാണെങ്കിലും കുറച്ച് താമസിച്ചാണ് ലഭിക്കുന്നത്. പക്ഷേ താമസിച്ച് ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ബെസ്റ്റ് ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് 933 അല്ലെങ്കിൽ 399 ഇത് കൂടുതലായിട്ട് കാണാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങൾ ഈ ഒരു നമ്പർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ന്യായം ലഭിക്കാൻ പോവുകയാണ് നിങ്ങൾക്ക് എന്ന്. ഇവിടെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ന്യായം ലഭിച്ചു എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും മുന്നോട്ടുള്ള സമയത്ത്. ഇതും അല്ലെങ്കിൽ ഈ ഒരു നമ്പർ കണ്ടതിന് ശേഷം 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്ക് ആ ഒരു ന്യൂസ് ലഭിക്കും നിങ്ങൾക്ക് ന്യായം ലഭിച്ചു എന്നുള്ള. ഇവിടെ നിങ്ങളുടെ മേൽ ആരെങ്കിലും ബ്ലാക്ക് മാജിക്കോ മോശം ദൃഷ്ടിയോ വയ്ക്കുന്നുണ്ട്, ചുമ്മാ നിങ്ങളെ വിഷമിപ്പിക്കുന്നു, നിങ്ങളുടെ വഴികളെല്ലാം തടസ്സപ്പെടുത്തുന്നു, അങ്ങനെയൊക്കെ നിങ്ങൾക്കറിയാം എങ്കിൽ ആരാണ് നിങ്ങളുടെ ശത്രു എന്ന് അറിയാം. ഇല്ലെങ്കിൽ ശത്രു എന്ന് അറിയത്തില്ല ആരാണെന്ന്. അങ്ങനെയുള്ള സമയം നിങ്ങൾ ഭദ്രകാളി ദേവിയെ നിങ്ങൾ ദർശനം ചെയ്യുക. എന്നിട്ട് ദേവിയോട് നിങ്ങളുടെ വിഷമം പറയുക. അങ്ങനെ നിങ്ങൾ പറയുമ്പോൾ ഏത് മറിഞ്ഞിരിക്കുന്ന ശത്രു ആയാലും ഉറപ്പായിട്ടും പുറത്ത് വന്ന് ദേവി നിങ്ങളുടെ കണ്ണിൽ കാണിച്ചു തരും ആ ശത്രു ആരെന്ന്. അങ്ങനെ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധ വയ്ക്കാൻ പറ്റും. ഇന്ന ആളാണ് ശത്രു, ഇനി അവരുടെ മേൽ കുറച്ച് ശ്രദ്ധ വയ്ക്കണം, അവർ പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ല എന്ന് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടും. കാരണം നമുക്ക് നമ്മുടെ കുടുംബത്തിൻ്റെ മേലും നമ്മുടെ മേലും പ്രൊട്ടക്ഷൻ വയ്ക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നിങ്ങളും ഭദ്രകാളി അമ്പലത്തിൽ ദർശനം ചെയ്യുക, നിങ്ങളുടെ കുടുംബത്തിലുള്ളവരോടും ദർശനം ചെയ്യാൻ പറയുക. നിങ്ങളുടെ ആ ഒരു ജീവിതമാകുന്ന ആ വണ്ടി വളരെ കഷ്ടപ്പെട്ടാണ് ഇപ്പോൾ ആ ഒരു നേരായ വഴിയിൽ എത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു വണ്ടി വളരെ വ്യത്യസ്ത രൂപത്തിൽ എവിടേക്കോ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് നേരായ വഴിയിൽ എത്തിയിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു വണ്ടി. ഇവിടെ നിങ്ങൾക്ക് ഒത്തിരി ഇറക്കങ്ങളും കയറ്റങ്ങളും എല്ലാം ഈ ഒരു മോശം വഴിയിൽ കൂടെ നിങ്ങൾ പോയപ്പോൾ അനുഭവിച്ചു. പക്ഷേ ഇനി നിങ്ങൾ നേരായ വഴിയിൽ വന്നതുകൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫ് വളരെ സ്മൂത്തായിട്ട് പോകുന്നതാണ്. നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യേണ്ട സിറ്റുവേഷൻസ് വന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾ എപ്പോഴൊക്കെ തുടങ്ങുന്നുണ്ടോ അത് സീറോയിൽ നിന്നാണ് തുടങ്ങിയിട്ടുള്ളത്. അതായത് നിങ്ങൾക്ക് സീറോയിൽ നിന്ന് തുടങ്ങി നിങ്ങൾക്ക് മനസ്സിലാവുകയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ ബാലൻസായി വന്നിട്ടുണ്ട് എന്ന് തുടങ്ങുമ്പോൾ തന്നെ വീണ്ടും എന്തെങ്കിലും പ്രോബ്ലം ക്രിയേറ്റ് ആകുന്നു നിങ്ങളുടെ ലൈഫിൽ. അത് കാരണം വീണ്ടും സീറോയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും നിങ്ങൾ. നിങ്ങൾക്ക് ക്യാഷ് റിലേറ്റഡ് ആയിട്ട് വലിയ മോഹങ്ങളൊന്നുമില്ല. അതായത് ക്യാഷാണ് എല്ലാം, അങ്ങനെ മോഹമില്ല. നിങ്ങൾ ബന്ധങ്ങൾക്കാണ് കൂടുതൽ വില കൊടുക്കുന്നത്. നിങ്ങളൊരു പവിത്രമായിട്ടുള്ള ആത്മാവാണ്. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു സെൽഫ് റെസ്പെക്റ്റ് സ്വന്തമാക്കിയിരിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ. ഇവിടെ നിങ്ങളിപ്പോൾ നിങ്ങളിൽ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു പവർ വന്നത്. മുന്നേ നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ ഒരു വ്യക്തി ഇരുട്ടിൽ പോകുന്നു, അപ്പോൾ അവർക്ക് അറിയത്തില്ല ഏത് ഡയറക്ഷനിൽ പോകണമെന്ന്. അങ്ങനെ അവർ ഓരോ ഡയറക്ഷനിൽ പൊയ്ക്കൊണ്ടിരുന്നു. പക്ഷേ ഒരു മെഡിറ്റേഷനൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നിങ്ങൾക്കൊരു ഡയറക്ഷൻ കിട്ടി. നിങ്ങൾ ഗോ വിത്ത് ഫ്ലോയിലാണ് പോയത്. പല കാര്യങ്ങളും നിങ്ങൾ ദൈവത്തിൽ സറണ്ടർ ചെയ്തു. പക്ഷേ ആ ഒരു ശ്രദ്ധ, ദൈവത്തിനോടുള്ള ആ ഒരു ശ്രദ്ധയ്ക്കും ഭക്തിക്കും ഒരു മാറ്റവും വന്നില്ല. ദൈവത്തിലുള്ള ആ ഒരു വിശ്വാസം ഒരിക്കലും അത് നിങ്ങളെ മോശം വഴിയിൽ കൊണ്ടെത്തിക്കാതെ നല്ല വഴിയിലേക്ക് കൊണ്ടുവന്നു. ഇപ്പോൾ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ദൈവവും നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങി. എന്തായാലും ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല.
അതായത് നിങ്ങളുടെ ആ ഒരു ലൈഫിൽ നല്ലത് സംഭവിക്കുന്ന ആ ഒരു സമയം ഒരിക്കലും മറക്കത്തില്ല നിങ്ങൾ. കാരണം ഈ ഒരു സമയമാണ് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റുന്ന സമയം, നിങ്ങളുടെ ലൈഫിൽ നല്ലത് കൊണ്ടുവരുന്ന സമയം. ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിക്കും എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നത് നല്ല കാര്യം ആണോ എന്ന്. നല്ല കാര്യമാണ്, കാരണം എപ്പോഴാണ് നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നത് അപ്പോഴാണ് ദൈവം നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും അത് തെറ്റായ കാര്യമാണെന്ന് വിചാരിക്കരുത്. ഇതിന് മുന്നേ നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ഒട്ടും തന്നെ ചിന്തിച്ചിരുന്നില്ല. നിങ്ങൾ നല്ല വസ്ത്രം ധരിക്കുന്നില്ല, നല്ല ആഹാരം കഴിക്കുന്നില്ല, മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ വിലപ്പെട്ട സമയവും എല്ലാം കളഞ്ഞുകൊണ്ടിരുന്നു. പക്ഷേ എപ്പോഴാണ് നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ നല്ല സമയം വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും സെൽഫിഷ് അല്ല, നിങ്ങളുടെ ലൈഫിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനൊരു സമയം ഉണ്ടായതാണ്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ വലിയ ഒരു കാര്യങ്ങളിലൊക്കെ എടുത്ത തീരുമാനം നിങ്ങൾക്ക് ശരിയായിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു മുന്നോട്ടുള്ള സമയത്ത്. കൂടാതെ നിങ്ങൾക്ക് ലൈഫിൽ റെസ്പെക്റ്റും പേരും പ്രശസ്തിയും ലഭിക്കുന്നു. എവിടെ നിന്നാണോ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നിന്ന ലഭിച്ചത് അവിടെ നിന്നാണ് കൂടുതൽ പേരും പ്രശസ്തിയും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ ഒരു മനോബലം തിരികെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. മറ്റുള്ളവർ നിങ്ങളുടെ ആ ഒരു മനോബലത്തെ തകർക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ ഒരു മനോബലം ദൈവമായിട്ട് നിങ്ങൾക്ക് തിരികെ തരികയാണ്. കാരണം നിങ്ങൾ നല്ല കർമ്മങ്ങൾ ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഹീലിംഗും ലഭിക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഇവിടെ വൈറ്റ് കളർ വസ്ത്രം നിങ്ങൾക്ക് ധരിക്കാൻ ഇഷ്ടം, വൈറ്റ് കളർ പക്ഷിയെ കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ ആ ഒരു ലൈഫിൽ ചേഞ്ചസ് വരാൻ പോവുകയാണ് എന്ന്. സമാധാനവും ശാന്തിയും ഒരു ഹീലിംഗ് നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വളരെയധികം നല്ലതാവുന്നതാണ് ഇനി മുന്നോട്ടുള്ള സമയത്ത്. ഇത് ഐ ടു ഐ നിങ്ങൾ സംസാരിക്കും, ഒരു വ്യക്തിയോട് കണ്ണ് നോക്കി സംസാരിക്കും, നിങ്ങൾ അത്രയും കോൺഫിഡൻസ് ആയിട്ട് നിങ്ങൾ സംസാരിക്കും. നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം മറ്റുള്ളവരിൽ ഭയങ്കരമായിട്ട് ഒരു പ്രഭാവം ചെലുത്തും. നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിലൂടെ നിങ്ങൾക്ക് പല ഡീലും ഓക്കെയാകും. അതായത് ബിസിനസ്സിൽ നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവും. ബിസിനസ്സിൽ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലും കരിയറിലായാലും അതിലൊരു ബാലൻസ് കൊണ്ടുവരാൻ നിങ്ങളുടെ ഈ ഒരു ശബ്ദത്താൽ നിങ്ങൾക്ക് സാധിക്കും. എവിടെ ഏത് രീതിയിൽ ശബ്ദം പ്രയോഗിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. കൂടാതെ എവിടെ നിശബ്ദമായിട്ടിരിക്കണമെന്നും നിങ്ങൾക്ക് മനസ്സിലാവും ഇനി മുന്നോട്ടുള്ള സമയത്ത്. സ്വയം നിങ്ങൾക്കൊരു മെച്യൂരിറ്റി ഫീൽ ആകുന്നതാണ് വരാൻ പോകുന്ന സമയം. അഫർമേഷൻ പറഞ്ഞ് നിങ്ങൾ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. പിന്നെ മിററിൻ്റെ മുമ്പിൽ നിന്ന് കോൺഫിഡൻസോടെ സംസാരിക്കുന്നത്, അഫർമേഷൻ പറയുന്നത് അതും നല്ലതാണ്. കാരണം നിങ്ങളുടെ ആ ഒരു ശബ്ദത്തിൻ്റെ പ്രഭാവം നല്ലതാണിപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ അഫർമേഷൻ പറഞ്ഞ് വെള്ളം കുടിക്കാനും മിററിൻ്റെ മുമ്പേ നിന്ന് അഫർമേഷൻസും പറയാൻ പറഞ്ഞത്. അപ്പോൾ ഇതാണ് റീഡിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്ന റീഡിങ്ങിലൂടെ ഇനിയൊരു പുതിയ റീഡിങ്ങുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ. ഓം നമസ്തേ. താങ്ക് യു സോ മച്ച്.